ചെറുക്ക ആ പെണ്ണ് പായസമൊന്നും വെച്ചില്ല, ഇന്ന് വെച്ചില്ല. നാളാണ് ആ പെണ്ണില്ല. ഇന്ന് പായസമൊന്നും വെച്ചില്ല, ഒന്നും വെച്ചില്ല. പായസമൊന്നും വയ്ക്കാ ഒന്നും വഞ്ചി വയ്ക്കാ എന്തത് കുടിക്കുന്നേ? പായസം കുടിക്കാനാണ് എന്തരാണ്? ഒന്ന് വന്ന് നിങ്ങൾ ചോദിക്കാത്ത പായസം വെക്കാത്ത? ഞാൻ പറഞ്ഞ് പായസം വയ്ക്കാറൂട, അപ്പൊ അവള് പായസം വെച്ചില്ല. അവര് വെച്ചില്ല. വെച്ച് അവളോട് പറയാൻ പായസം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വയ്ക്കാൻ പറഞ്ഞ അവള് കേക്കൂ. അവള് പായസം വയ്ക്കാൻ പറഞ്ഞാലിപ്പോ അവള് വയ്ക്കുക. ഞാൻ പറഞ്ഞു വയ്ക്കാൻ കടലേ പോകൂടാ. അരിപ്പായസം പയറ് പായസം വെക്കാം. അരിയും പയറും പായസം വയ്ക്കാം. കൂച്ചോളൂ. എന്തെങ്കിലും മതി, എന്തെങ്കിലും മതി. എന്റെ ബർത്ത്ഡേക്കോ പായസവും ഇല്ല, ഒരു മുട്ടായി. എന്റെ ബർത്ത്ഡേ എന്നറിയാവോ? എന്റെ ബർത്ത്ഡേ എന്നറിയാവോ? നിന്റെ പൈസ എന്റെ പിറന്നാൾ എന്നറിയാവോ? നിന്റെ പിറന്നാളിക്കൊണ്ടിരിക്കുന്നു. എന്റെ പിറന്നാൾ എന്നു അത് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഓന്നാക്കുന്നത്. നിന്റെ പിറന്നാറിക്കൊണ്ടിരിക്കാൻ എന്റെ പിറന്നാറണമെന്നല്ല, എന്റെ പിറന്നാറണമെന്നല്ല, എന്റെ പിറന്നാള് നിന്റെ പിറന്നാറിക്കൊണ്ടിരിക്കാൻ. ചെറുക്കാ ഈ പറ അപ്പൊ ആ പെണ്ണിട്ടുള്ള ഞാൻ പറഞ്ഞ കേൾക്കൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളല്ലേ എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ കേക്കില്ല. അടുക്കള പോയി നോക്കട്ടെ. അങ്ങോട്ട് ഞാൻ അടുക്കള പോയി നോക്കട്ടെ. എന്റെ തൊണ്ടയിൽ കിളി ഉരുങ്ങിയ സൗണ്ട് ഒന്നുമില്ല. ഉറക്ക പറയുന്നത് എനിക്കൊന്നും എനിക്കൊന്നും വയ്യ. നേരെ ഞാൻ പറഞ്ഞില്ല എന്നോട് ഉച്ച തൊട്ട് പായസം വെക്കാൻ പറയണം. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ല, എനിക്ക് ഇരിക്കണം, എനിക്ക് നേരം വെളുത്ത് അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു എന്റെ ജന്മനാളാണെന്ന് പറഞ്ഞു. എന്റെ ജന്മനാളാണെന്ന് പറഞ്ഞപ്പോ നിന്റെ പിറന്നാളാണാ എങ്കിൽ നീ ഒരു ഉത്തുപ്പുരം പായസം വൈ എന്ന് ഒരു വാക്ക് പറഞ്ഞില്ല. പിന്നെ ഞാൻ നിന്റെ പായസം വെച്ചു കൊടുക്കണ? അല്ലെങ്കിൽ നീ ചോദിക്കണം പെണ്ണെ ഇന്ന് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് ഇട്ടേല് ഞാൻ പറഞ്ഞു എന്റെ ജന്മനാളാണെന്ന് പറഞ്ഞു. എന്നാ ഒരു വാക്ക് പെണ്ണെ നീ ഉത്തുപ്പുരം പായസം വൈ എന്ന് പറഞ്ഞില്ല. അപ്പൊ പിന്നെ അവർക്ക് എന്തിനാ പായസം വെച്ചു കൊടുക്കണ? എനിക്കും നോക്കൂല പായസം വെച്ചു കൊടുക്കാൻ. നിങ്ങൾ ഒരു ഗ്ലാസ് പായസം താഴത്തെ പായസ കടയിൽ വാങ്ങിച്ചു കൊടുക്കും. വിളിച്ചിരിക്കണ എനിക്ക് പായസം ഒന്നും വെക്കാൻ വയ്യ. നിങ്ങൾ പോയി നിങ്ങളാ പാട്ടിന്. അമ്മ എനിക്ക് വയ്യമ്മ, ഞാൻ തളർന്ന്, ഞാൻ നിന്ന് ഇപ്പൊ അങ്ങോട്ട് വന്ന് ഇരുന്നതേ ഉള്ളൂ. ഇത് എന്തൊരു ജോലി ഈ വീട്ടില്? പണ്ടാരം പിടിച്ച ജോലി, ഒരു നേരെ ഇരിക്കാൻ മനുഷ്യന് പറ്റണില്ല. എനിക്ക് വയ്യ. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെക്കുമായിരുന്നല്ല പായസം. എപ്പോഴും ഞാൻ ഒരിടം പോയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ല അവിടെ കിടന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞൊന്നുമില്ല, കള്ളം പറയണ്ട. നീ എനിക്ക് വയ്യ. കണ്ണിനെ കുത്തി പൊട്ടിക്കും ചറഞ്ഞ. എനിക്ക് വയ്യ,
ഈ പായസം വെക്കാൻ വയ്യ, പിന്നെ ഒരു ദിവസം വെക്കാം. ഓ നിങ്ങൾ നേരത്തെ പെണ്ണെ ഒരു തുപരം പായസം വൈന്ന് പറഞ്ഞത് ഞാൻ വെക്കുമായിരുന്നല്ല. നിങ്ങൾ പറഞ്ഞാ? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നീ വെക്കും. നിങ്ങൾ പറഞ്ഞില്ലല്ല, പറയാത്തോണ്ട് ഞാൻ വെച്ചില്ല. നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെക്കുമായിരുന്നല്ല. ആ മോന്റെ പറ ഒരു പാൽ പായസം വാങ്ങിച്ചു തരാൻ പറയുന്നേ. ഇപ്പം പറ, വാങ്ങിച്ചു തരാൻ പറ. പായസം കുടിക്കപ്പോ എന്തിനിത്ര കൊതി? പായസം കുടിക്കപ്പോ എന്തിനിത്ര കൊതിയൊന്നും? കൊച്ചിനെ കൊടുക്കാൻ എന്തായിരുന്നു? കൊച്ചിനെ കുടിക്കാൻ. അയ്യോ സെന്റിമെന്റൽ ടോക്ക്. കൊച്ചിനും കുടിക്കാം വലിയവർക്കും കുടിക്കാന്ന്. ഇതുപോലെ എന്തെങ്കിലും ആ കൊച്ചിന് കൊടുക്കുമ്പോ ചോദിക്കും, നീ കൊച്ചുങ്ങളെ കൊടുക്കാനാ നിന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നതാ? എന്റെ കാര്യം നോക്കാനല്ലേ നിന്നെ കെട്ടിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞ മോളാണ്. നീ പൈസ മാറ്റിയരി, നീ പൈസ മാറ്റിയരിയില്ലി. വേണ്ട. എവിടെ പോണ? ഞാൻ എന്റെ വീട്ടിൽ പോണം. പോണാ? പായസം വെക്കാത്തോണ്ടാ? നീ പൈസ മാറ്റിയരി. ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ പോണം. നീ പൈസ മാറ്റിട്ട് വിളിച്ചാൽ മതി. പായസം ഉണ്ട്. പൈസ ഉണ്ടാ? പൈസ ഈ വെച്ച നീ പൈസ എന്താ? എന്തിനീ കള്ളം പറഞ്ഞ? കള്ളം പറഞ്ഞ എന്തിനി? ഇനിയും പറയും, ഇനിയും കള്ളം പറയും. നീ കള്ളം പറഞ്ഞോണ്ട് കിടക്കുമല്ലേ? കള്ളം പറയണോണ്ടല്ലേ നിങ്ങളെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന മൃഗത്തെ നമുക്ക് ഉണർത്താൻ പറ്റുന്നുള്ളൂ. കള്ളം പറഞ്ഞോണ്ട് കിടക്കുമല്ലേ? അതാ പായസം ഉണ്ട്. ഞാൻ പായസം വെച്ച് ഉച്ചക്ക് ലൈവ് ഇട്ടപ്പോ ആരോ പറഞ്ഞു ഉമ്മ മിക്കവാറും പായസം വെച്ചിട്ടായിരിക്കും വന്നിരിക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പായസത്തിന്റെ കിറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വെക്കുമെന്ന്. കിട്ടി കഴിഞ്ഞ ഒരു ബർത്ത്ഡേ വിഷു പോലും പറയല്ലേ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ. കുറച്ചു നാളും കൂടെ ജീവിച്ചിരിക്കാൻ പറ, എന്നാലേ എനിക്ക് ഇതുപോലെയൊക്കെ തിന്നാൻ പറ്റുള്ളൂ എന്ന് പറ. കിട്ടി, പിന്നെ നീ ജീവിച്ചാലെന്ത് ചത്താലെന്ത്. അടുത്ത പായസ സമയം മതി നിന്നെ എനിക്ക്. കൊള്ളാമോ? ഞാൻ വച്ചായിരുന്നു പായസം. എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് വന്നപ്പോ ഇരുന്നത്. നമുക്കൊക്കെ ബർത്ത്ഡേ. കുഞ്ഞി പായസം വേണോടി? വേണമെങ്കി വാ. അങ്ങനെ ആദ്യമായി ഒരു ബർത്ത്ഡേ സമ്മാനം എനിക്ക് കിട്ടിയിരിക്കുന്നു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണത്തിന് മുന്നേ ആണ് കണ്ടുപിടിച്ച്. കല്യാണത്തിന് മുന്നേ ആണ് ബർത്ത്ഡേ സമ്മാനം എനിക്ക് എന്റെ ഭർത്താവിന്റെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഓർമ്മകൾ മാത്രമാണ്. ആദ്യമായിട്ട് കിട്ടി. ഞാൻ വാങ്ങിച്ചത്. നിനക്ക് വാങ്ങിച്ചു, നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് വാങ്ങിച്ചു തരും. നിന്റെ ഭർത്താവിന്റെ പറഞ്ഞാൽ നിനക്ക് വാങ്ങിച്ചു തരാം. ഇത് എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തന്ന. തരാം തരാം. കൈ കൊള്ളാമോ? പിന്നെ ഒരു കാര്യമുണ്ട്, വന്ന നേരം മുതൽ വെള്ളം കഴുകിയിട്ട് വാ. കൈ കഴുകിയിട്ട് വാ. ഇത്ര നേരം വെള്ളത്തിൽ തന്നെ ഇരുന്നു. അച്ഛാമ്മക്ക് കൊടുക്കട്ടെ? തരാം മക്കളാ, തിന്നെ. ഏതാണ്ട് ഇത് ഇത്ര ഇരിക്കുകയല്ലേ. അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയടി. താങ്ക് യു. അപ്പൊ എന്റെ ആരോ പറഞ്ഞ് പായസം കൊടുക്കുന്ന ശോഭനയുടെ എക്സ്പ്രഷൻ ഇട്ടണേന്ന് പറഞ്ഞു. ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് നൈറ്റ് വിഷ്വല് കാണാം. നൈറ്റ് വിഷ്വല്. ടാറ്റാ. ഇതെന്തരമ്മ തിന്നണത്? ആട് കുഴലൊക്കെ.
ഏ സൗണ്ട് ഇല്ലേ? കിടക്കാൻ പോണം. കിടക്കാൻ ഓ പോയി പോയി കിടക്കേ. ചോദ്യം കൊണ്ട് കിടക്കാം. ആ ചോറ് വേണോ അല്ലേ? ചോറ് വേണ്ടേ? ഞാനേ ഉച്ചക്ക് പറഞ്ഞില്ലേ എന്റെ ഗോപി മഞ്ചൂരി ആവുമ്പോ ഞാൻ അരിഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ലൈവ് എടുത്തെ. ഗോപി മഞ്ചൂരി ആവുമ്പോ പറയാന്ന് പറഞ്ഞത് ഏതാ? ഇതാണ് എന്റെ ഗോപി മഞ്ചൂരി. ഞാൻ ഇങ്ങനാണേ വെക്കണ. ഇതിൽ കിടക്കുന്ന ഈ മുളക് പോലും തിന്നാൻ ടേസ്റ്റാണ്. അപ്പം ഗോപി മഞ്ചൂരി ആയിട്ടുണ്ട്. ഇടിയപ്പന്റെ അടുപ്പത്തിരിക്കുന്നേ ഉള്ളൂ. ഇടിയപ്പം എന്താ നോക്കാവേ. ആ ഇടിയപ്പം ആവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് ഇടിയപ്പം വേണോ ചോറ് വേണോ ചോദിക്കാം. നിങ്ങൾക്ക് ഇടിയപ്പം വേണോ ചോറ് വേണോ? ഇടിയപ്പം തന്നാ മതിയാ? അപ്പൊ പിന്നെ ഇടിയപ്പം ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. യാതിന് ഒന്നിനും ഉറക്കമ്മ. ഇടിയപ്പം വേണോ? ചോറ് മതിയാ? പിന്നെ ഇരിക്കും തരാം. ഇടിയപ്പം ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. വെന്തില്ല. അപ്പൊ എന്തിനു വേണം? ചോറ് മതിയാ? യൂതാ തറയിലൊക്കെ കയറിയിരിക്കുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങനെ എണീക്കും ഇനിയിപ്പം? ഇതെന്തിനാ ഇവിടെ കയറിയിരിക്കണ? അയ്യോ, ഈ സ്റ്റൂളിൽ കയറിയിരുന്നാ പോരായിരുന്നാ? ഇത് ഇവിടുന്ന് എങ്ങനെ എണീക്കും? യോ പയറ് പോലെ എണീക്കണപ്പാ. ഞാനങ്ങാനും തറയുന്നിരുന്നിട്ട് എണീക്കാൻ പെടണ പാട് കാണണ. ഉരുണ്ട് പെരണ്ട്. നിങ്ങൾക്ക് വേദനിക്കൂലേ അമ്മ എല്ലൊന്നും? ഈ ഇരുന്നിട്ട് എണീക്കുമ്പോ വേദനിക്കൂലേ? വേദനിക്കൂലേ? യോ ഞാനിപ്പൊ തറയിലൊന്നും ഇരുന്നിട്ട് എണീക്കണ നിങ്ങൾ കാണണം. കരഞ്ഞു. നിങ്ങളും കരയും ഞാനും കരയും. എനിക്ക് ഭയങ്കര വേദനയുണ്ട്. എവിടെ വേദന? നടുവും കയ്യും കാലും ഓരൊക്കെ വേദനയുണ്ട്. വേദന ഉണ്ടാ? എപ്പ വേദനിക്കണ്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ല? ആരുടെ പറയും? ആരുമില്ലേ പറയാൻ? നമുക്ക് ആരുമില്ലേ? നമുക്ക് അമ്മയും അച്ഛനും അമ്മയുടെ അച്ഛൻ്റെ ഇടയിലാ പറയണത്. അവരുണ്ടെങ്കിൽ അവരോട് പറയാം. അവര് ആരുടെ പറയാക്കും? ഈ ചോറ് വേണോന്ന് ആരുടെ പറയണ? ചോറ് വേണമെന്നും അവിടെ പറയണ തന്നെ. ഉടുപ്പ് വേണോന്ന് ആരുടെ പറയണ? ആരുടെ പറയണ? ഉടുപ്പ് വേണോന്ന് ആരുടെ പറയണ? തനിയെ പറയേ. അമ്മ നിങ്ങൾക്ക് ഉടുപ്പ് വേണോ നിങ്ങൾ ആരുടെ പറയും? തനിയെ പറയേ. തനിയെ പറയുമ്പോ ഉടുപ്പ് വരുമോ? ഇവിടെ നിങ്ങൾക്ക് ഉടുപ്പ് ആരാണ് തരണ? അപ്പൊ ഇട്ടിരിക്കുന്ന ഉടുപ്പൊക്കെ ആര് തന്നാ? അത് എന്റെ കുറ്റമല്ലല്ലോ. നിങ്ങൾ വയ്യാതാവുമ്പോ ഈ ഓരോ പ്രാന്ത് കാണിച്ച് തുണി വലിച്ചിരുന്നു ഞാൻ തരിയേ. ഈ ഉടുപ്പ് ആര് തന്നാ? ഈ ഉടുപ്പ് ഇത് ആര് വാങ്ങി തന്നാ? ഇത് ആര് വാങ്ങിച്ചെന്നോ എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ ഉടുപ്പൊന്നും വാങ്ങി തന്നിട്ടില്ലേ? ആര് വാങ്ങിച്ചെന്നാ നമുക്ക് ഓർമ്മയുണ്ടോ? അല്ല ഈ ഉടുപ്പ് ഞാൻ വാങ്ങിച്ചതൊന്നും ഓർമ്മയില്ലേ? ഓർമ്മേന്റെ അരി ഈ 3 കൊല്ലം മുമ്പ് നടന്ന കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയുമല്ലോ. എനിക്ക് ഒരു ഒന്നാറ്റി. അതാര് വാങ്ങിച്ചെന്നാ? എന്റെ ഭഗവാനെ, വെറുതെ ആൾക്കാർ പറഞ്ഞിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. അമ്മ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ടല്ലോ. ഈ ഉടുപ്പിന്റെ കാര്യം മാത്രം ഓർമ്മയില്ലേ? തുണി വലിച്ച് പൊക്കാതെ എന്തോന്ന് കാണിക്കണത്? ഈ പാവാട തന്നിട്ടെ ഈ പാവാടയിൽ കൂടെ ഈ വയ്യാതെ കിടന്ന സമയത്ത് നിങ്ങൾ ഇച്ചി മൂത്രം ഒഴിച്ചല്ലേ ഞാൻ പാവാട എടുത്ത് കത്തിക്കേട്ടത്? ആണാ? നിങ്ങൾക്ക് ഇറങ്ങി ആ മുറിയിൽ നിന്ന് കക്കൂസിൽ പോയിരുന്നെങ്കിൽ ഞാൻ ഈ തുണി മുഴുവൻ കത്തിക്കേണ്ടി വരുമായിരുന്നാ? ഇപ്പൊ ഇത്രയും ദിവസം വയ്യായിക ഉണ്ടായിരുന്നല്ലോ. വയ്യായിക ഉണ്ടായിരുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന തുണി കൂടെ തന്നെയായിരുന്നു ഇച്ചിയും മൂത്രവും എല്ലാം. അതുപോലെ ആ റൂമിനകത്തായിരുന്നു എല്ലാ പരിപാടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഇത്രയും നമ്പർ കഴുകിയ വൃത്തിയാവണ്ടേ? അതുകൊണ്ട് ഞാനെടുത്ത് കത്തിക്കേട്ടു. അതുകൊണ്ട് ഞാൻ ഇനി നോർമലായിട്ട് പാവാട വാങ്ങാന്ന് കരുതി. നോർമലായിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാം. അല്ലാണ്ട് എന്തിനാ? എനിക്ക് ഇങ്ങനെയൊക്കെ കഴുകിയിട്ടും വൃത്തിയാക്കാൻ പറ്റിയില്ല. വൃത്തിയാവും, പക്ഷെ സ്മെല്ല് പോണില്ല. ഒരു പരിപാടിയില്ല. എനിക്ക് കപ്പുപൊടി കളർ പോകുന്നുണ്ടായിരുന്നു.
അത് ആൾക്കാര് അത് കാക്കൊണ്ടുപോയാ അതും കിറി കീറി ആ ആ ആ ആ അത് പള്ളി കിറി ആ. ഉം. അതാണ് കിറി. അമ്മ നിങ്ങക്ക് ഒരു മാസത്തിലേ നമ്മൾ എത്ര തവണ തുണി വാങ്ങും അമ്മ? തുണി വാങ്ങി തുണി അത്രയ്ക്ക് പോണേ. അതെങ്ങനെ കീറണേ അമ്മ? എങ്ങനെയെന്തോ എന്റെ നവമില്ല. സത്യമായിട്ടും ഒരു മാസത്തിൽ നമ്മൾ എത്ര തവണ നമ്മൾ തുണി വാങ്ങാൻ പോണ കടയ്ക്ക് അറിയാം നമ്മൾ എത്ര തവണ ഒരു മാസത്തിൽ തുണി വാങ്ങാൻ പോകുന്നു. ഒന്ന്, അലമാരിക്കകത്ത് നിറച്ച് തുണികളിരിക്കണം, ആ തുണികളൊന്നും ഇടൂല, അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ദേഷ്യം വരുമ്പം കാണിക്കുന്നതാണ്, അതായത് സ്വയം കീറുന്നതാ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇപ്പൊ ദേഷ്യം വരുമ്പോ അമ്മ ഭയങ്കര വെപ്രാളത്തിലാണ് നടക്കുകയൊക്കെ ചെയ്യണം. അപ്പം അവിടെ കിടക്കുന്ന എന്തിലെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു മൈലാഞ്ചിയിലെ ഒരു കമ്പുണ്ടായിരുന്നു, ഞാൻ അത് വെട്ടിക്കളഞ്ഞാണ്. ആ കമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഈ ഉടക്കി 2-3 നൈറ്റ് ഇവിടെയൊക്കെ കീറിപ്പോയി. അങ്ങനെ ആ മൈലാഞ്ചിയുടെ കമ്പ് വെട്ടേണ്ടി വന്നു. അതായത് അമ്മ ഒതുങ്ങൂല, ഞാൻ പിന്നെ മൈലാഞ്ചിയുടെ കമ്പ് ഒടിച്ച് മാറ്റേണ്ടി വന്നു. എവിടെയെങ്കിലും ഉടക്കിയായിരിക്കും കീറുന്ന. പിന്നെ ഈ പറഞ്ഞ സ്വയം കീറും. എന്ത് കുഞ്ഞു? സ്വയം കീറും, അല്ലാണ്ട് തുണി വാങ്ങിച്ചു കൊടുക്കാത്തതോ ഒന്നുമല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാലോ എത്ര വർഷമായി. ഇന്നലെ ഞാൻ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ ഇന്ന് പറയും നീ എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ലെന്ന് പറയും. എന്തൊരു ആലോചിച്ചോണ്ടിരിക്കണ? ഇന്നെന്റെ ജന്മനാളായിട്ട് പായസം കുടിച്ച്. ഇടിയപ്പം തിന്നില്ലേ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞ ഇടിയപ്പം വേണ്ടാന്ന് പറഞ്ഞ. ഇപ്പൊ ചോറ് വേണോ ഇടിയപ്പം വേണോ? ചോറ് തിന്ന. ഏത് വേണോ അമ്മ? ഇടിയപ്പം വേണോ ചോറ് വേണോ? ചോറ് തിന്ന ഏമ്പക്കം വരൂലേ? എന്തരൊക്കെ പറയണോ? ഇടിയപ്പം ചോറ് ഇടിയപ്പം തന്നെ. അപ്പൊ ഇപ്പൊ ഇടിയപ്പം വേണോ ചോറ് വേണോ? ചോറ് മതിയാ? അപ്പൊ ഞാൻ കോരട്ടാ? ചോറ് ഒരുക്കൊണ്ടുവരാമേ. ചോറ് നിറച്ച് വേണോ കുറച്ച് വേണോ? കുറച്ച് മതിയാ? ഇപ്പൊ കുറച്ച് ചോറേ തിന്നോളൂ രാത്രി, ഏമ്പക്കം വരുമെന്നും പറഞ്ഞു. ബാക്കി കൂടുതൽ കൊടുക്കുന്ന ചോറിനെ കൊണ്ട് കളയും. വെള്ളം ഞാൻ തരാം. 2 കപ്പ് വെള്ളം കുടിക്കണം. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തോണ്ട് വരണം. അത് കരി എടുത്തോണ്ട് വരണം. ആ പൈപ്പിൽ നാളെ ചന്തേ പോണില്ലേ? നാളെ ചന്തേ പോണില്ലേ? നാളെ എന്ത് ചന്തയിൽ പോണാ? നീ പോണില്ലേ? ഇല്ല. പിന്നെ എങ്ങനെ കൂടെ പണിക്ക് കൂട്ടാനുള്ള മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മീന് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നാളെ പോവോ? ഇല്ല, ഞാൻ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മലക്കറിക്ക് വാങ്ങിച്ച? ഓ, മീനും മലക്കറിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. മലക്കറി മുഴുവൻ കറി ആദ്യം എന്റെ വെള്ളം ചേട്ടോ കുടിക്കേ. ഈ വെള്ളം കുടിച്ചാൽ എന്ത് കുടിച്ചാലും പതുക്കെ കഴിച്ചാൽ തീരാന്നുള്ള പ്രശ്നം. എളുപ്പം പതുക്കെ കഴിക്കണോണ്ട് മണ്ടേ കയറുന്നില്ലല്ലോ. അതെ, പതുക്കെ കഴിച്ചാൽ മതി. വെപ്രാളം കാണിക്കണോണ്ടാണ് മണ്ടേ കയറണ. ചോറ് ഇപ്പൊ കമരേ ഉള്ളൂ. അവിടെ വെച്ചോ. മതി. ഇനി ചുമ്മാ വെള്ളം കുടിക്കാതെ ആഹാരം എങ്ങനെ തിന്നാൻ പറ്റും? വെള്ളം ചുമ്മാ കുടിക്കാതെന്ന് ഒരു മഹ പറഞ്ഞാൽ കേൾക്കൂലല്ല. ഗ്ലാസ് എവിടെ പോയി? നിങ്ങൾ ആഹാരം തിന്നെ. ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാ ചെയ്തിട്ട് ഇറങ്ങും.
അമ്മ കറി വാരി തിന്നാതെ ചോറ് കൂടെ വിരവി തിന്നമ്മ. നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ തന്നെ ഉണ്ടാവും. മണ്ടേ കയറണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മണ്ടേ കയറാതിരിക്കും? ഇന്നേ ഇന്നെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടച്ച് ഉണ്ടായിരുന്നു ഈവനിങ്ങില്. എന്നെ ഒരു മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനെ വിളിച്ചപ്പോ മോനാണ് സംസാരിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ശ്രീനാഥ്. എനിക്ക് വല്ലാണ്ട് വിഷമമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അവന് വേറൊന്നുമല്ല, ഉറക്ക ഗുളിയെ കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു മോന് നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയതിന് ശേഷം അവന് ഉറക്ക ഗുളിയെ വേണ്ട എന്നൊരു സ്റ്റേജ് ആയി. അപ്പൊ അത് ആ അമ്മ പറയുന്ന ആ ഒരു രീതി അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും വിഷമവും ഒക്കെ ഉണ്ടാക്കി. കാര്യം ഞാൻ പറഞ്ഞില്ല, കുറെ നാള് ഉറക്ക ഗുളികയിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ഒരു മോൻ അറ്റ് ലാസ്റ്റ് നമ്മളെ വീഡിയോ കണ്ടാൽ ഉറങ്ങാം, സന്തോഷത്തോടെ ഉറങ്ങാം എന്നുള്ള ഒരു സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ട്രോമയാണ്. അവന്റെ ഒരു ചേട്ടൻ സൂയിസൈഡ് ചെയ്തു, ഹാങ് ചെയ്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പൊ അങ്ങനെ അവന്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന, അവന്റെ കുഞ്ഞു മനസ്സിൽ അത് വല്ലാണ്ട് അവനെ എഫക്ട് ചെയ്തു. അപ്പൊ അവന്റെ അമ്മ എന്നോട് അത് പറഞ്ഞപ്പോ പുള്ളിക്കാരി നല്ല ബോൾഡായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇമോഷണൽ അങ്ങനെയൊന്നുമില്ല. അപ്പോ അവർക്കിനി ചെയ്യാനുള്ളത് ഈ ഒരു മോനേ ഉള്ളൂ. അവരുടെ ഫാമിലി ഡ്രോപ്പാണ്. അപ്പം ഈ ഒരു മോനെ നേരെ കൊണ്ടുപോവാ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എനിക്കിപ്പോ ഞാൻ എല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയണില്ല. ഒരുപാട് അവര് സ്ട്രഗിൾ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. അപ്പൊ എനിക്കതിൽ അവർ പറഞ്ഞ കുറെ പോയിന്റുകളുണ്ട്. അതായത് ഇപ്പൊ യൂട്യൂബിലാണെങ്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു ചാനലിനെ കാണിച്ചു കൊടുത്ത് നമ്മുടെ മക്കളെ നീ അത് കാണുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഉമാസുതി നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏതൊരു ഫാമിലിക്കും ട്രസ്റ്റ് ആയിട്ട് അവർ ആ വ്ളോഗാണ് കാണുന്നത്, അപ്പൊ വിശ്വസിക്കാം, അതിനകത്ത് നല്ലതേ ഉള്ളൂ, കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതല്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു ചാനലാണ് എന്ന് ആ അമ്മ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇത് ഈ ഒരു അമ്മയുടെ വായിന്നല്ല ഞാൻ കേട്ടത്, ഒരുപാട് അമ്മമാരുടെ വായിന്ന് കേട്ടതാ. എത്രയോ മക്കൾക്ക് പ്രചോദനമാണ് നമ്മുടെ ചാനൽ എന്നുള്ളത്. ഇപ്പൊ ഒരു സൈഡിൽ കൂടെ നെഗറ്റീവുകൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും മറു സൈഡിൽ നമ്മളെ വെച്ചിട്ട് മനസ്സമാധാനവും സന്തോഷവും നേടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അത് നമുക്ക് നല്ലൊരു പ്രചോദനമാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഇന്ന് അതെവിടെയാ, ചെങ്ങന്നൂരോ എവിടെയാണെന്ന് തോന്നുന്നു, ഒരു മരുമോളെ അമ്മായിയമ്മ ചായയുടെ പേരില് വെട്ടിക്കൊന്നു. അത് എവിടെയാ സ്ഥലം എവിടെയാ അത്? അയ്യോ, ചെങ്ങന്നൂരല്ല, നിലമ്പൂര്. സോറി, നിലമ്പൂര്. സ്ഥലം മാറി, പിന്നെ മറന്നുപോയി. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. എത്രയോ ആൾക്കാർ വന്ന് അമ്മയെ ഇത്രയും നല്ല സൂപ്പറായിട്ട് നമ്മൾ നോക്കിയിട്ട് കൂടി ഇതിനകത്ത് കയറ്റുന്നില്ല, അതിനകത്ത് കയറ്റുന്നില്ല, അവിടെ ഇരുത്തുന്നു ഇവിടെ ഇരുത്തുന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് സെക്യൂർ ആയിട്ട് ചേട്ടൻ അമ്മയെയും മക്കളെയും ഫാമിലിയെയും വേണം എന്നുള്ള ഒരിതില്, അതായത് ഒരു നോർമലായ ഒരു അമ്മ ചായക്ക് വേണ്ടിയിട്ട് രണ്ടു വട്ടം ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തില്ല എന്നൊരു കാരണം കൊണ്ട് മരുമോളെ വെട്ടിക്കൊന്നു. അതും കുഞ്ഞു മോളുടെ മുമ്പിൽ വെച്ചിട്ടെന്നാ പറയണേ. അത് നോർമലായ ഒരമ്മ. അപ്പൊ ഈ അമ്മ നിങ്ങൾക്കറിയാം എത്രയോ തവണ ചായക്ക് വേണ്ടി ഞങ്ങളുടെ അടുക്കള വാതിൽ വന്ന് മുട്ടും. അപ്പൊ ഞാൻ എടുത്ത് എൻ്റെ അകത്തിരുത്തി ആണ് ഈ അമ്മ ചായ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വെളിയിൽ തന്നെ ഞാൻ പലതവണയും പലതും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, വെളിയിലായിരുന്നിട്ട് കൂടി. നോർമലി ഉള്ള ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ പോലും എപ്പോൾ മാറുന്നു എന്ന് ഇപ്പൊ ചിന്തിക്കാൻ പറ്റാത്തൊരു സമൂഹത്തിൽ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, നോർമലി ഉള്ള ഒരു വ്യക്തിയുടെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, വയ്യായികളുള്ള ഒരാളുടെ മൈൻഡ് എന്തായിരിക്കും? കാലം പോകുന്ന പോക്ക് വേറെയാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ല ഇപ്പൊ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അമ്മ പതുക്കെ, അമ്മ ഇതെന്തോന്നത്? വഴക്ക് പറയണം. എങ്ങനെ വഴക്ക്? ഇപ്പൊ അത്രയും തിരിച്ച് ഛർദ്ദിക്കും. ആഹാരം കൊടുക്കുമ്പോൾ ഇങ്ങനെ വെപ്രാളത്തോടെ തിന്നുന്നാണ്ടാണ് തിരിച്ചെല്ലാം വരണം.
ഒരു ശകലം ചോറ് പോലും ചവച്ച് കഴിച്ചിട്ടില്ല. വാരി വിഴുങ്ങുകയാണ് ചെയ്തത്. 2 or 3 തവണ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അമ്മയുടെ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. അപ്പൊ ഡോക്ടർ വാങ്ങിച്ചാല് ചവച്ച് തിന്നണം, ചവച്ച് തിന്നില്ലെങ്കിൽ മണ്ടേ കയറും. അമ്മ ചവച്ച് തിന്നുന്നുണ്ടോ? അമ്മ വാരി വിഴുങ്ങുക ചെയ്യണം. ആ മണ്ടേ കയറുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞു. എനിക്കറിയാം മണ്ടേ കയറുമെന്ന്. ഇങ്ങനെ ഇവിടെ അങ്ങ് കുരുങ്ങി അങ്ങ് ഇരിക്കുകയാണ്. വെള്ളവും കുടിക്കുമ്പോ എല്ലാം കൂടെ ആകുമ്പോ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. കുറെ മൂക്കിൽ കൂടെ വരും. കാണുമ്പോ നമുക്ക് വിഷമവും വരും, ദേഷ്യവും വരും, സങ്കടവും വരും, ഒക്കെ വരും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നിങ്ങളും ആ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. എന്തുമാത്രം വേദനയോട് കൂടിയായിരിക്കും അല്ലെ കേരളക്കര അല്ലെങ്കിൽ ലോകമെമ്പാടും ആ ന്യൂസ് ഉൾക്കൊണ്ടത്. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം സ്വന്തം കുഞ്ഞിന്റെ മുമ്പേ വെച്ചിട്ടാണ് ആ കുഞ്ഞ് എത്ര കാലം എടുക്കും ആ വേദന മറക്കാൻ. മക്കള് ആ കുഞ്ഞിന് എത്ര കാലം എടുത്ത ആ വേദന മാറും? അവൾ മാറോ? എനിക്ക് തോന്നുന്നില്ല മാറുമെന്ന്. ചിലപ്പോൾ ഇപ്പൊ ഇന്ന് കണ്ട ശ്രീനാഥിനെ പോലെ ഒരു ട്രോമാറ്റിക് സ്റ്റേജിലോട്ടായി പോവാം. ചിലപ്പോൾ റിക്കവർ ആയി എന്ന് വരാം. ഇപ്പം എന്റെ ഭർത്താവ് ചേട്ടൻ റിക്കവർ ആയ ഒരു വ്യക്തിയാണ്. ചേട്ടൻ അനുഭവിച്ചത് വെച്ചിട്ടാണെങ്കിൽ ചേട്ടൻ ഒരിക്കലും ഇന്ന് ഈ കാണുന്ന ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് വരില്ല. കാരണം അത്രയും സ്ട്രഗിൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മള് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാരും വേദനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ, അതായത് ഇപ്പൊ അമ്മയെ എന്തുകൊണ്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞു, അമ്മ സ്ട്രോക്കിന് ശേഷമാണ് അമ്മ ഇങ്ങനെ ആയത്, ഇത്രയും കാമായത്. കാണുന്നവർക്ക് വേണ്ടി നമുക്കൊന്നും മാറ്റാനൊന്നും പറ്റില്ല. എല്ലാം റിയൽ ആയിട്ട് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയെ കാണിക്കുന്നതായിട്ട് അകത്ത് കയറ്റാൻ അങ്ങനെ വേണമെങ്കിലൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ വീഡിയോ സമയത്ത് മാത്രം അമ്മയെ പിടിച്ച് അകത്ത് കയറ്റി നിങ്ങളെ കാണത്തക്ക രീതിയിൽ ഇരുത്തി അങ്ങനെയൊക്കെ കുറെ ഇവിടെ വന്നിരി അമ്മ അങ്ങനെയൊക്കെ കുറെ എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്യാണ്ട് നമ്മൾ റിയൽ ആയിട്ട് എല്ലാം കാണിക്കുന്നത് എന്തുകൊണ്ട് ചേട്ടൻ അമ്മയെ സെപ്പറേറ്റ് ആക്കി എന്ന് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് വീടിനകത്ത് കയറ്റാൻ നിർബന്ധിച്ചപ്പോ വേണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്നതിന് ശേഷമാണ്. കാര്യം ഞാൻ ഒരുപാട് നന്ദപ്പനും കുറെ സ്ട്രഗിൾ ചെയ്തു, ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്തുകൊണ്ടാണ് അമ്മയെ സെപ്പറേറ്റ് ആക്കിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഈ വാർത്ത വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്, അല്ലെങ്കിൽ ഞാനതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നോർമലായിട്ടുള്ള ഒരു പേഴ്സൺ പോലും ചില സന്ദർഭങ്ങളിൽ അവരുടെ നിയന്ത്രണം വിടുന്ന സമയത്ത് വയ്യായികമുള്ള ഒരാൾ എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് അമ്മയെ അടുക്കള ഇരുത്തുന്നതിനെ കരുതുക. അമ്മ നേരം വെളുത്ത് ഒരു 60 തവണ ചായ തരാൻ പറയും. ഈ 60 തവണയും ചായട്ട് കൊടുക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ഈ നേരം വെളുത്ത് ഞാൻ വെളുപ്പാങ്കാലത്ത് ഉറക്കമൊഴിച്ചാൽ തുടങ്ങി കുഞ്ഞിനും ചേട്ടനും ഒക്കെ പോകാനുള്ള ഫുഡ് ഉണ്ടാക്കി, ഇതിനിടയിൽ കൂടെ പട്ടികളെ തുറന്നു വിട്ട് പട്ടിക്കൂട് ചേട്ടൻ കഴിവും, പട്ടികളുടെ ഓരോ കാര്യങ്ങളും നോക്കി, ഇതിനിടയിൽ കൂടെ ചോറ് വെളിയിലത്തെ അടുപ്പത്ത് അകത്തടുപ്പത്ത് ചായ ആഹാരങ്ങൾ ഉണ്ടാവും, പലഹാരങ്ങൾ ഉണ്ടാവും, 4 കൂട്ടം കറികളുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ചേട്ടനെ പറഞ്ഞു വിടണം, നന്ദനെ പറഞ്ഞു വിടണം. അത് കഴിഞ്ഞ് ഒരു ലോഡ് തുണി. ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല. ഒരു വട്ടം പറഞ്ഞിരുന്നു, എന്നോട് ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാഷിംഗ് മെഷീൻ ഇല്ല. ഈ ഇത്രയും ആൾക്കാരുടെ തുണികൾ മുഴുവൻ ആ കല്ലിൽ കൊണ്ടിട്ട് കഴുകണം. അത് കഴുകി ഈ പറമ്പ് മുഴുവൻ തൂത്ത് വൃത്തിയാക്കി, ഇതിന്റെ ഇടയിൽ കൂടെ ഓരോ എപ്പോഴായിരിക്കും അപ്പൊ അമ്മയുടെ എന്തെങ്കിലും ഒരു പോർഷൻ വീഡിയോ എടുക്കാൻ കിട്ടുന്നത്. ആ സമയത്ത് ക്യാമറ കില്ലിന്റെ പുറകെ പോകുമ്പോൾ 1 or 2 മണിക്കൂർ കൊണ്ടൊന്നും വീഡിയോ കിട്ടത്തില്ല. കുറെ ഇങ്ങനെ നിന്ന് പറക്കിയൊക്കെ വീഡിയോ കിട്ടത്തും. അങ്ങനെ തുടങ്ങി എനിക്ക് ഇഷ്ടമാതിരി ജോലി. ഇതിന്റെ ഇടയിൽ കൂടെ 60 തവണ അമ്മ എന്നാ ചായ തേയില എന്ന് പറയും. ഇതിനിടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് മുറ്റത്താണെങ്കിൽ എനിക്ക് ഈ കതവം കടച്ചിട്ട് അമ്മ നിങ്ങളെ പാട്ടിന് പോയെന്ന് തോന്നി കതവം കടയ്ക്കാം. നേരെ മറിച്ച് അകത്തിരിക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് പിടിച്ച് നമ്മൾ വിചാരിക്കും മാതിരിയൊന്നും അമ്മയെ പിടിച്ചാലൊന്നും കിട്ടത്തൊന്നുമില്ല. അമ്മ ഒരിടത്ത് നിന്നാല് ഇത്രയും ആനയെ പോലെ ഇരിക്കുന്ന ഞാൻ അമ്മയെ ഒന്ന് വലിക്കാൻ നോക്കി അമ്മ വരത്തൊന്നുമില്ല. ഈ കാണുന്ന പോലെ മെലിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊന്നും അല്ല അവരുടെ ആരോഗ്യം. അവരുടെ ആരോഗ്യം ഞാൻ പറഞ്ഞല്ലോ, ഈ അയൽപക്കത്തുള്ളവർക്കും ഒക്കെ അറിയാം അമ്മയുടെ ആരോഗ്യം എന്താണെന്നുള്ളത്. ഒരു മരത്തിൽ പിടിച്ചിരുന്ന ആ മരവും കൊണ്ടേ വരുള്ളൂ, അത്രയും ആരോഗ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ഒരു മരത്തിനെയും കൊണ്ടുവരാനുള്ള ആരോഗ്യമുള്ള ആളാണ് ശോഭനയെന്ന്. എനിക്ക് പറയാനില്ല, വാക്കുകളില്ല. നിർബന്ധ ബുദ്ധിയിൽ ഒന്നും മാറ്റാൻ പറ്റില്ല. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കുന്ന കാര്യമില്ല. പതിയെ കാലക്രമേണ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം ആ തലയിലെ കെട്ട്, എനിക്ക് തോന്നുന്നു 1 വർഷം കൊണ്ട്, നിങ്ങൾ എന്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് 6-7 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും. ഇത്രയും കാലം കൊണ്ട് ഞാൻ ആ തലയിലെ കെട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കുന്നുണ്ടോ? പറ്റൂല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ട്, ആ വെള്ളം കുടിച്ചപ്പോ ആദ്യത്തെ ഗ്ലാസ് കുടിച്ചമ്മ ഞാൻ മതി നിർത്തിയിട്ടില്ല. വീണ്ടും 2ാമത്തെ ഗ്ലാസും കുടിച്ചിട്ടേ നിർത്തിയിട്ടുള്ളൂ. അതങ്ങനെയാണ്. ചില കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തൂല. ഈ ഇടയ്ക്ക് ആരോ ഒരു കമന്റ് ഇട്ടിരുന്നു, സ്നേഹത്തോടെ ഉമ്മ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന്. പിന്നെ സ്നേഹത്തോടെ ഉമ്മ എന്ത് പറഞ്ഞാലും കേൾക്കും. ഈ പരുവത്തിലാക്കാൻ 10 കൊല്ലം എടുത്തു. അതുകൊണ്ട് നമുക്ക് ആരെക്കുറിച്ചും ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. അപ്പൊ എനിക്ക് ഇന്ന് ഈ ശ്രീനാഥ് മോന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതിലോട്ട് വന്നത്. ഞാൻ അവൻ എന്നെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, എന്നെയും കുഞ്ഞിയെയും അമ്മയൊക്കെ. അപ്പം ഇവിടെ ഒരു വർഷം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് പോവാന്നാ പറഞ്ഞേ, അവരുടെ നാട്ടിലോട്ട് പോവാന്നാ ഞാൻ പറഞ്ഞേ. പക്ഷെ ദൂരെയാണ്, സ്ഥലം പറയണില്ല. അപ്പൊ അതിൽ വേറൊരു സങ്കടം എനിക്ക് വന്നത്, അവന്റെ ചേട്ടന്റെ ആ ഒരു മരണം കണ്ടതുകൊണ്ടാവാം അവൻ
വേറൊരു സ്റ്റേജിലാണ് ഇപ്പൊ കുഞ്ഞ്, ഒരു ഡിസേബിൾഡ് എന്നുള്ള ലെവലിലാണ് നിൽക്കണേ. അപ്പൊ അവന്റെ സ്കൂളിൽ നിന്നൊക്കെ അവൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതായത് ഒരു ഡിസേബിൾഡ് കുഞ്ഞിന് കിട്ടുന്ന എന്തോ അവഗണന. അവൻ പഠിക്കുന്ന സ്കൂളൊന്നും ഞാൻ പറയണില്ല, അവിടെ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ പോലും 4ാം ക്ലാസ്സിലെ ഒരു കുഞ്ഞിനെ അടിച്ചോ ഉപദ്രവിക്കോ എന്തോ ചെയ്തിട്ട് ആര് മാനേജ്മെന്റ് ആണെങ്കിലും ആരും ഈ മോന് സപ്പോർട്ട് കൊടുക്കണില്ല. കാരണം അവൻ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ്. അവൻ എങ്ങനെ ഡിസേബിൾഡ് ആയി? നമ്മുടെ സമൂഹമാണ് അവൻ അങ്ങനെ ആക്കിയത്. അവന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇൻസിഡന്റ്, അതായത് എന്റെ ചേട്ടൻ, ഇപ്പൊ ഞാൻ ഉദാഹരണം ശോഭനാമ്മ ഇങ്ങനെയാണ്. ഇപ്പൊ ചേട്ടനും എങ്ങനെ വാലാക്കോല നടക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ മക്കൾ പേടിച്ചേ വളരുള്ളൂ. കാരണം ശോഭനാമ്മയുടെ ഭയാനകമായ രൂപങ്ങൾ കണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന എന്നെ കണ്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് എനിക്കിതൊന്നും ബാധകമല്ല എന്ന് ചിന്തിച്ചിടക്കുന്ന ഒരു അച്ഛനെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കും? നേരെ മറിച്ച് അമ്മ ഇങ്ങനെ നിന്നിട്ടും ഞങ്ങളുടെ കോർപ്പറേഷനിൽ പലതും കണ്ടും കേട്ടും അവോയ്ഡ് ചെയ്തും അതിൽ നിന്ന് റിക്കവർ ചെയ്തും സെൻസ് ചെയ്തുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങൾ നല്ല കുട്ടികളെന്ന് ഓരോരുത്തരും പറയേണ്ടി വരുന്നത്. പക്ഷേ ഈ ശ്രീനാഥിനെ സംബന്ധിച്ചിടത്തോളം മോന് കിട്ടുന്നതെല്ലാം ഭയാനകവും അല്ലെങ്കിൽ വെറുക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം പറയാനുള്ളത്, ഏത് സ്കൂൾ മാനേജ്മെന്റിനോടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോടോ ആണ്, ഒരിക്കലും നമ്മൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തരുത്. എനിക്കിത് പറയാനുള്ളത്, ഇപ്പൊ ഇവൻ ഞാൻ അമ്മയും കൊണ്ട് പുറത്തിറങ്ങിയാൽ എല്ലാവരും ഒരു അത്ഭുത ജീവിയെ ഞാൻ കൊണ്ടുപോകും പോലെയാണ് നോക്കണേ. എനിക്കറിയാം ഇന്നും സ്റ്റിൽ ഇപ്പൊ ഞാൻ ഇത്രയും 4 ആൾ അറിയുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ അമ്മയും 4 ആൾ അറിയുന്ന ഒരാളായിട്ട് കൂടി നമ്മളിപ്പോ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ഒരു അത്ഭുത ജീവിയെ പോലെ ഞങ്ങളെ നോക്കും. എനിക്കത് പലതവണ ചേട്ടൻ എന്തുകൊണ്ടാണ് അമ്മയെ വെളിയിറക്കാൻ പഠിച്ചിരുന്നത്? ചേട്ടൻ ഇതേ കാരണമുണ്ട്. ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഈ പ്രഹസന വസ്തുവായിട്ട് എല്ലാവരുടെയും മുമ്പേ കൊണ്ടു നടക്കണേ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയും. പക്ഷെ ഇന്നും സമൂഹത്തിൽ ഈ ഡിസേബിൾഡ് പേഴ്സൺസിനെ അല്ലെങ്കിൽ ഒരു വൈയായികമുള്ള ആൾക്കാരെ ഒരു സെപ്പറേഷനിൽ കാണുന്നുണ്ട്. അത് പാടില്ല കേട്ടോ. എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, അങ്ങനെ കാണരുത് ആരും. കാരണം ആർക്കും എപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാം. ഇപ്പൊ ഒരു കുഞ്ഞിനെ ഇവിടെ നെയ്യാറ്റിൻകരയോ വെഞ്ഞാറമൂടോ കൊണ്ട് ഒരു കുഞ്ഞിനെ അമ്മ കൊന്നു, 1.5 വയസ്സുള്ള കുഞ്ഞിനെ. പലരും പറയുന്നുണ്ട് പണ്ട് 10-20 പ്രസവിച്ചിട്ടും പ്രസവശേഷം ഈ പറയുന്ന ഡിപ്രഷനൊന്നും വന്നിട്ടില്ല, ഇപ്പൊ ഡിപ്രഷനൊക്കെ വരുന്നു എന്നുള്ളത്. അന്നത്തെ സാഹചര്യം അല്ല ഇന്ന്. അന്ന് എന്തും സഹിക്കാൻ കഴിവുള്ള അമ്മയും അച്ഛനും ഒക്കെ ആയിരുന്നു അന്ന്. ഇന്നത്തെ ഏത് സ്ത്രീകളെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യും. ഒരു പരിധി കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോവല്ല, ഒരു പരിധി വരെയും ക്ഷമിക്കണില്ല. അങ്ങനത്തെ കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞ് എന്തിലൊക്കെയോ എത്തി. എന്തായാലും ഇന്നത്തെ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ച് കൊണ്ടുപോണില്ല. അപ്പൊ ഇന്നത്തെ ഈ വർഷത്തെ എന്റെ ബർത്ത്ഡേ ആ ചേട്ടാ ഒരു ഡയറി മിൽക്ക് അല്ലല്ലോ എന്തോ കൊച്ചിനറിയാം. ഞാൻ കവറ് കാണിച്ചത് തന്നെ, പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. ആ പൊട്ടിച്ചൊരു തുണ്ട് തിന്നെ, ബാക്കിയൊക്കെ ജബ. അപ്പം ഒരു മുട്ടായിയോട് കൂടി ഈ വർഷത്തെ ബർത്ത്ഡേ സമാപിച്ചതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. വെറുപ്പിക്കലായിട്ട് തോന്നിയില്ലല്ലോ അല്ലേ? അങ്ങനെ തോന്നൂല. എല്ലാരും പറയുന്നുണ്ട് ഉമ്മയുടെ ഒരു വീഡിയോ മതി നമുക്ക്, ഭയങ്കര ഇതാന്ന് പറയുന്നുണ്ട്. സത്യമായിട്ടും കേട്ടോ, ഒരുപാട് പേര് പറയുന്നുണ്ട്. ഭയങ്കര താങ്ക്സ്. ഈ പറയുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് എന്ത് പറഞ്ഞാൽ മതിയാവില്ല. കാര്യം നമ്മുടെ വീഡിയോ അത്രയും ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവർക്കും. ഇന്നത്തെ ആ ചേച്ചിയുടെ ആ വോയിസിന്റെ ഫോണിലുണ്ട്. ആ ഫോണാണ് ചേട്ടൻ ക്യാമറ എടുക്കണം, ഇല്ലെങ്കിൽ അത് കേൾപ്പിച്ചു തരായിരുന്നു. അതായത് എന്താ പറയാ, എന്റെ വ്ളോഗാണ് കാണുന്നതെങ്കിൽ ധൈര്യമായിട്ട് അവരുടെ മോന് ഫോൺ കൊടുക്കാം എന്ന് പറയുന്ന ആ ഒരു ഒറ്റ വാക്ക്, അത് മതി, എനിക്ക് തികഞ്ഞു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളും. കാരണം എല്ലാവരും എല്ലാവരുടെ ഫാമിലിയാണ് നമ്മൾ. ഇനി അങ്ങനെ എന്റെ പുറത്തോട്ട് തന്നെ തുപ്പി തരണ. ആഹാരം കഴിച്ചിട്ട് വാഴൂല, തേങ്ങ ഇതൊക്കെ ഇരിക്കണ തുപ്പിക്കൊണ്ടിരിക്കണം. തുപ്പി ഉറങ്ങണവരെ തുപ്പും, വാഴൂല. ശരി, എന്റെ പെണ്ണിന്റെ ബർത്ത്ഡേക്ക് മുട്ടായി കിട്ടി, പായസം കിട്ടി എന്ന് പറഞ്ഞുകൊടു. എന്റെ പെണ്ണിന്റെ മുട്ടായി കേക്കേട്ടി നുണച്ചി. ആരിവിടെ കേക്ക് മുറിച്ച? ഇവിടെ കേക്കൊന്നും മുറിച്ചില്ല. വരണം. അപ്പോഴ് ഒന്നും കൂടെ പറയാം. അത് നേരെ അമ്മ അത് വേണ്ട, അത് നമുക്ക് മാറ്റി പിടിക്കാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ഒക്കെ ഭയങ്കര കുറവാണ്. ചെയ്യാൻ പറ. സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പറ. കൊപ്പറയാ അത് ചെയ്യല്ലേ, അതാരും ചെയ്യല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇവിടെ എന്തിനു വിടാ? ഇനി വാ ചേട്ടൻ നിൽക്കണോണ്ട് വരൂല. ചെറിയ വാന്നേ, അങ്ങേര് ഇരിക്കണോണ്ട് വരൂല. ഈ അതിർത്തിക്ക് ഇപ്പുറത്ത് കയറൂല അങ്ങേരുണ്ടെങ്കിൽ. ഇനി വാ.
ബാ നിന്നെ വിളിച്ചാ വിളിച്ചാ നിന്നെ ഓ ഇതിങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റൂല ഈ വീട്ടില്. കാക്കക്കൂട്ടി കല്ലിട്ട പോലെ തുടങ്ങും. നിന്നെ വിളിച്ചാ? നിന്റെ പേര് ഡോറയെന്നല്ലേ? നക്കല്ല, എനിക്കിനി വയ്യ മേലെ എഴുവാൻ. ചടന്ന് തുമിച്ചപ്പോഴാണ് എല്ലാം പോയത്. ഇത് ചെറി, അത് ചീറ്റി, അത് ദോതു. ദോതുവിന് എല്ലാവർക്കും അറിയാല്ല. ദോതുമ്മ അല്ലേ? ഇതിനിപ്പുറത്ത് വരൂല. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അവർക്കറിയാം ഇതിനിപ്പുറത്ത് വരാൻ പാടില്ല. ഫ്രണ്ടിലാണെങ്കിൽ അതിനിപ്പുറത്ത് വരാൻ പാടില്ല. അപ്പൊ എനിവേ ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ സമാപിച്ചതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാ പേർക്കും വെരി 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 താങ്ക്സ് ടു യു ഓൾ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചവർക്ക്, കുഞ്ഞിപ്പെണ്ണിന് ഒരു വയറുവേദനയും ഛർദിലും വന്നതാണ്. 3-4 ദിവസമായിട്ടുണ്ട്. പക്ഷെ അത് കൂടിയപ്പോഴാണ് ഇന്നലെ SAT കൊണ്ടുപോയത്. അവിടെ പോയി ഡ്രിപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഇഞ്ചക്ഷനൊക്കെ ചെയ്തപ്പം മാറി. പക്ഷെ വയറുവേദന വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മിക്കവാറും വീണ്ടും ട്രീറ്റ്മെന്റ് വേണ്ടി വരും. കാണിക്കണം. വേദനയുണ്ട് അവർക്ക്, വയറുവേദന ഇപ്പോഴും പറഞ്ഞു. അങ്ങനെ. അപ്പൊ അതാണ് കുഞ്ഞിപ്പെണ്ണിനെ പറ്റി ഒരുപാട് പേര് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തത്. എന്തു പറ്റിയും ചോദിച്ചത്. അതിനൊരു റിപ്ലൈ വീഡിയോ ഇടാൻ മറന്നുപോയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. ടാറ്റ കൊടുക്കമ്മ. ടാറ്റാ.